ഹായ് ഹലോ വെൽക്കം ടു സിന്ധുജാസ് ഡെയിലി ഡാസിൽ. സോ ഇന്ന് നമ്മുടെ ബ്രേക്ക് ഡൗൺ ഷടകം റെഡി ആയെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. സോ ഞാൻ ആ വർക്ക്ഷോപ്പിലേക്ക് പോകുവാണ്, നമ്മുടെ തമ്പീസ് ഗ്യാരേജ്. സോ എൻ്റെ വേറൊരു ഷടകം, ഇതിലെനിക്ക് പോയാൽ വണ്ടി എടുക്കാൻ പറ്റുമല്ലോ. സോ വേറൊരു ഊബർ ഷടകം ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരട്ടെ. സോ ഇന്ന് ഞാൻ ബുക്ക് ചെയ്ത ഊബറിൻ്റെ സാരഥി മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ്. നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെന്തോ ഉള്ളൊരു നെയ്ബറാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ആൾക്ക് റൂട്ടൊക്കെ അറിയാം. സോ അതിൽ നമ്മൾ കയറി പോം അടിച്ച് നമ്മൾ പോകുന്നു നമ്മുടെ ഷടകം എടുക്കാൻ വേണ്ടി. അങ്ങനെ നല്ല ക്യാബായിരുന്നു, അത്യാവശ്യം വൃത്തി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ യാത്ര പോവുകയാണ്. ഇത് വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ളൊരു പേരിയാണ്. ഈ ജംഗ്ഷൻ അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ രണ്ടുപേരും യാത്ര തുടങ്ങി. ഈ ജംഗ്ഷൻ അറിയാമായിരിക്കും നിങ്ങൾക്ക്. എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയ സാന്ത്വന ജംഗ്ഷൻ ബ്ലോഗ്സ് കാണുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കുറവങ്കോണം പട്ടം ജംഗ്ഷനിലേക്ക് പോകുന്നിടം എത്തി. സോ നമ്മൾ നമ്മുടെ യാത്ര തമ്പീസ് ഗ്യാരേജിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്ളോഗ് പാർട്ട് 1 കാണാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. സോ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ശകടമോളെ കാണാൻ ആകെ ഒരു ലിപ്പ് മാത്രമേ ഞാൻ ടച്ച് ചെയ്തുള്ളൂ. വേറെ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ എന്തിനാണ് മേക്കപ്പ് അല്ലെങ്കിൽ എന്താ. നമ്മൾ ഇവിടെ എത്തി, മരപ്പാലം റോഡ് എത്തി. സോ കേട്ട പാടെ ഞാൻ എൻ്റെ വണ്ടി 2 ദിവസം കൊണ്ട് മിസ് ചെയ്ത്. നിങ്ങൾക്കറിയാം, എനിക്ക് എത്രയും പെട്ടെന്ന് വണ്ടി ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ അതാ നമ്മൾ ആര്യ സെൻട്രൽ സ്കൂളിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് നേരെ തിരിഞ്ഞാൽ ബാട്ടർ ഹിൽ റോഡിൽ തിരിഞ്ഞാൽ ഈ തമ്പീസ് ഗ്യാരേജ് ആയി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ. അതെല്ലാവർക്കും അറിയാം. യൂട്യൂബിൽ ഞാൻ യൂട്യൂബറും വ്ളോഗറും ആണല്ലോ. സോ ബീങ് എ വ്ളോഗർ ഐ ലവ് ട്രാവലിംഗ് ഇൻ ക്യാബ്സ് ദാൻ സ്ട്രഗ്ലിംഗ് ഇൻ ഓട്ടറി പ്രിയദർശിനി ബസ്സസ്. പ്രിയദർശിനി ബസ്സും വൈകിട്ടൊക്കെ നമ്മുടെ അതാ വർക്ക്ഷോപ്പ് എത്തി തമ്പീസ് ഗ്യാരേജ്. ബസ്സിലൊന്നും ഇടിച്ചു തള്ളുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പം നമുക്ക് 4 വീലറും 2 വീലറും ഒക്കെ ദൈവം സഹായിച്ചുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങട്ടെ ഷടകത്തിൽ നിന്ന്. ഊബർ ഷടകത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഈ കാണുന്ന നമ്മുടെ വർക്ക്ഷോപ്പ്. നമ്മുടെ മോളെ ഇവിടെ കാണാനില്ല. ഇരുപക്ഷം നോക്കിയപ്പോൾ ആളെ കുട്ടപ്പനാക്കി റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിലെ പയ്യന്മാർ സ്റ്റാഫ്സ് എന്തൊക്കെയോ പണിഞ്ഞു കൊടുക്കുന്നു. എൻ്റെ വണ്ടി നോക്കിയപ്പോൾ അപ്പുറത്ത് ഇരിക്കുന്നു നമ്മുടെ സുന്ദരി. ഞാൻ തമ്പിച്ചേട്ടൻ്റെ അടുത്ത് ബില്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പറയുന്ന റേറ്റ് അവസാനം ബ്ലോഗിൻ്റെ അവസാനം കാണുന്നവർക്ക് എത്ര റേറ്റ് ബില്ലല്ല ഒരു പേപ്പറിൽ അത് എഴുതി തന്നതാണെങ്കിലും മതി. ഇങ്ങനെയാണ് അത്രയും ചാർജ് ആയിട്ട് നമുക്ക് അറിയുന്നുണ്ട്. സോ എൻ്റെ വരെ കാണുക, അപ്പോൾ ബിൽ റേറ്റ് അറിയാം. ഇന്നലെ ഈ വണ്ടി പുറത്താണോ ഇരുന്നതെന്ന് ദൈവം നമ്പുരാനറിയാം. കുഴപ്പമില്ല, എനിക്ക് എൻ്റെ വണ്ടിയെ കിട്ടി. അതെനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. വണ്ടി യൂസേഴ്സ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വണ്ടി ഇതുപോലെ പണി മുടക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സ് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. സോ ബില്ലെടുക്കാൻ പുള്ളി പോയിട്ടുണ്ട്. പിന്നെ അവസാനം എന്നെ അങ്ങോട്ട് വിളിച്ചു. ബില്ല് മീൻസ് പേപ്പറിൽ എഴുതി തരും. 15 ദിവസം കഴിഞ്ഞ് ഓയിൽ ലീക്ക് കൊണ്ടുവന്ന് വണ്ടി കൊണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ച് നിന്നിടുന്നു വേണ്ടി. അതിനുശേഷം എന്നെ അങ്ങോട്ട് വിളിക്കും. ആ രംഗങ്ങൾ മുന്നിൽ കാണാം. സോ ഈ റൂട്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ട്. എന്നെ അങ്ങോട്ട് വിളിക്കുന്നു. ആ പുള്ളിയാണ് നമ്മുടെ വണ്ടി നന്നാക്കി തന്നത്. കാർബേറ്റർ ഫ്ലോട്ട് നീഡിൽ മാറി, പ്ലഗ് മാറിയിട്ടുണ്ട്, എയർ ഫിൽറ്റർ, ഓയിൽ ലെവൽ ഒഴിച്ച്, ബാറ്ററി ചാർജ് ചെയ്ത് ഇൻഡേഷൻ ഓയിലെണ്ണം മാറി ലേബർ 1800. ഇത് കറക്റ്റ് സർവീസ് ചെയ്യണേ. ഇത് പക്ഷെ ഇത് കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുന്നേ എന്തോ ചെയ്തതെന്ന്. ഇനി എപ്പോഴും ഇത് ചെയ്യേണ്ടത്? സർവീസ് ഒരു 1500 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യാൻ കൊടുക്കുക. ആദ്യം എനിക്ക് ഈ വിഷയങ്ങളൊന്നും വരില്ല. ഇത് 280 ആണോ? 8 അല്ല 250. അപ്പോഴേ ഈ സർവീസ് കറക്റ്റാ കൊടുത്താലേ ഈ കുറച്ച് ദിവസം ഓടിയിട്ട് ഒന്ന് ഓയിലും ചെക്ക് ചെയ്തോണം. പക്ഷെ ഈ ഇടയ്ക്ക് ഒരു 6 മാസത്തിന് അപ്പുറത്ത് എവിടെയോ കൊടുത്ത് ചെയ്തതായത്. വേണ്ട, ഇനിയും കൊണ്ടുവന്നാൽ മതി. ഇനി ഞാൻ എപ്പോഴും ഇത് 15 ദിവസം കഴിയുമ്പോഴേ ഒന്ന് ഓയിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. കാരണം സൈലൻസ് വഴി ചെറുതായിട്ട് കത്തി പോകുന്നുണ്ടോ സംശയമുണ്ടോ ഓയിൽ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യണം. 15 ദിവസം ഓടിയിട്ടും കൊണ്ടുപോകണം. എനിക്ക് അറിയാൻ പറ്റും കുറയുമ്പോഴേ ഈ ഓയിൽ ഓട്ടത്തില് വണ്ടി സൈലൻസ് പുകയായിട്ട് ചെറുതായിട്ട് പോകണം. അപ്പൊ അങ്ങനെ കത്തി പോകണമെന്ന് അറിയണം. അല്ലെങ്കിൽ പിന്നെ ഓയിൽ നിൽക്കണം, ഓയിൽ കുറവായിട്ട്. ഈ 15 ദിവസം കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് ഞാൻ ഇനി അടുത്ത സർവീസിന് കൊണ്ടുവരുന്നത്? 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു 2000-2500 കിലോമീറ്റർ ആകുമ്പോൾ വന്നാൽ മതി. സോ അതാണ് ആ ചേട്ടന് ചെറിയൊരു ഓഫീസ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആളെ ശ്രദ്ധിച്ച് നോക്കിയത് എനിക്ക് മനസ്സിലാവും. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം, ജിപേ ചെയ്യണം, വീഡിയോ എടുക്കണം. ഇതൊരു കഴിവ്. ഇതാ നിൽക്കുന്നതാണ് നന്നാക്കിയ ചേട്ടൻ. അപ്പുറത്തെ സൈഡ് നിൽക്കുന്നില്ലേ, ബ്ലൂയിഷ് കളർ, ബ്ലൂയിഷ്. അങ്ങനെ എൻ്റെ ഷടകം കിട്ടി. ഇതാ ഞാൻ പുറത്ത് വന്നു. റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഞാനിനി വീട്ടിലേക്ക് പോട്ടെ. അതിനു മുമ്പ് ഷടകത്തിൻ്റെ
ഷടക്കത്തിനെ വറ്റിച്ചിട്ടിരുന്നത്. സോ ഞാൻ പെട്രോൾ പമ്പിൽ കൊണ്ടുവന്ന് നീഡിൽ വളരെ താഴെയായിരുന്നു, അതങ്ങനെ തന്നെയാണ് വർക്ക്ഷോപ്പിൽ കൊടുത്തത്. വണ്ടി മോൾക്ക് തീറ്റ കൊടുത്തു. ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്ത് അവർ ഓടിക്കാനും ചെക്ക് ചെയ്യാനും അത് വറ്റിച്ചിടും, അത് സ്വാഭാവികം. എന്നിട്ട് എൻ്റെ വൈകുന്നേരത്തെ ഫുഡ് അടിക്കണമല്ലോ എനിക്കറിയാം. ഞാൻ ഓറഞ്ച് സൂപ്പർ മാർക്കറ്റിൽ വന്നു. ഈ സൂപ്പർ മാർക്കറ്റ് അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഡാൻസ് പ്രോഗ്രാം എടുക്കാറായതുകൊണ്ട് ബീങ് എ ഡാൻസർ എനിക്ക് ഡയറ്റാണല്ലോ, അത് പലർക്കും അറിയാം, വ്ളോഗ്സ് ശ്രദ്ധിക്കുന്നവന്. സോ ഞാൻ ഇവിടെ വന്ന് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സ് നോക്കി. ന്യൂട്രി ചോയ്സ് എനിക്ക് ടേസ്റ്റ് ഇല്ലാതെ മാറി. ഞാൻ കുറേ ആയി അത് തന്നെ തിന്നുന്ന വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്ന്. സോ വേറൊരു ബിസ്ക്കറ്റ് ഞാൻ എടുത്തു. ഒപ്പം പിന്നെ നമുക്ക് സ്വീറ്റ് ക്രേവിങ്സ് വരുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ്. വാരിക്കോഴി തിന്നാനല്ല, ഒരു ലിമിറ്റിൽ ഫിറ്റ്നസ് ഗോൾസ് അറ്റൈൻ ചെയ്യണത് നല്ലതാണ്. സോ ഇത് രണ്ടും ഞാൻ ആ കടയിൽ നിന്ന് എടുത്തു. ഓറഞ്ച് സൂപ്പർ മാർക്കറ്റ് അറിയാമെന്നുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക. ഇവർക്ക് ഹോം ഡെലിവറി ഉണ്ട്. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സെറം തീർന്നപ്പോൾ ഇതിലൊരു സ്റ്റാഫ് പോയാൽ കൊണ്ടുവന്ന് തന്നായിരുന്നു. നല്ലൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഈ ലൊക്കാലിറ്റി താമസിക്കുന്നവർക്ക്. പിന്നെ ഈ ലൊക്കാലിറ്റിയിൽ ആൾക്കാർ എടുക്കുന്ന സാധനങ്ങൾ എവിടെ കാണും? ഒലിവ് ഓയിലൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ഇനി ഉണ്ടോ എന്ന് ചോദിക്കണം. ചിലപ്പോൾ ചോദിച്ചാൽ അവർ വരുത്തി തരും, ഞാനതവിടെ ചോദിച്ചില്ല. പിന്നെ ഈ സെഷനൊക്കെ നോക്കണ്ട, ശർക്കര വരട്ടി, ചിപ്സ്, അങ്ങനെ നമ്മൾ തീറ്റപ്രാന്ത് പിടിച്ചാൽ എനിക്ക് ടെംപ്റ്റേഷൻ വന്നാൽ തീർന്ന് 2 മാസം എങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ചായപ്പീടികയുണ്ട്, ഒരു തട്ടുകട. അവിടെ മൊത്തം നമ്മുടെ പ്രിയങ്കര ചങ്കായ വാഴയ്ക്കപ്പം ചെയ്തിട്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടാൽ ടെംപ്റ്റേഷനാണ്. പിന്നെ ഞാനിപ്പോൾ കോഫി ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ കഴിഞ്ഞ നോക്കി കണ്ട് കോഫി വിത്തൗട്ട് ഷുഗർ കട്ടാണ് ഞാൻ ഒരു 2 മാസത്തേക്ക് വിടും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കുടിക്കാറ്. വീട്ടിലാണെങ്കിലും ഞാൻ അങ്ങനെ പഞ്ചസാരയൊന്നും ഇടാറില്ല. സാധാരണ മിൽക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ തിന്നാറ്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് തപ്പി മടുത്ത് നോക്കി. ഇപ്പോൾ ഒരു കുഞ്ഞ് ഫ്രീസറിനകത്ത് അത് വെച്ചിരുന്നു. ബാക്കിയെല്ലാം നോർമൽ ചോക്ലേറ്റ്സ്. ഇതൊക്കെ ഭയങ്കര കലോറി റിച്ചാണ്, നമുക്ക് കഴിക്കുമ്പോൾ അറിയത്തില്ല, ബട്ട് ഫാറ്റ് ഡെപ്പോസിറ്റായ അത്ര തന്നെയാണ്. സോ ഫിറ്റ്നസ് ഗോൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ പറ്റിയൊരു സംഭവം ഡാർക്ക് ചോക്ലേറ്റ്. ആ ഡാർക്ക് ചോക്ലേറ്റ് ഈ റൂറൽ ഏരിയാസ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ താമസിക്കുന്നിടത്തൊന്നും അങ്ങനെ സുലഭമായി കിട്ടുള്ളൂ. അതേ അപ്പോൾ ഫ്രീസറിനകത്ത് ഞാൻ കണ്ടു 2 എണ്ണം കണ്ടു അമൂലിൻ്റെ ഇരിക്കുന്ന. വലിയതും ഉണ്ട്. വലിയത് നമുക്ക് വേണ്ട, കാരണം നമുക്ക് ഒരു 3-4 കട്ട വെച്ചിട്ട് ആ ഒരു ചെറിയ ഡാർക്ക് ചോക്ലേറ്റ് രണ്ടും കഴിക്കാൻ പറ്റും, മുഴുവനും തിന്നാൻ പറ്റൂല. കാരണം എന്തോ അമിതമായ വിഷമെന്ന് പറയുന്ന ഓരോ. സോ വേണമെങ്കിൽ ഞാൻ ഇനി ഡാൻസിങ് പ്രാക്ടീസിന് ഇറങ്ങുമ്പോൾ എനിക്ക് മേടിക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ. സോ ഞാൻ അത്യാവശ്യം ഒരെണ്ണം എടുത്തു. അമൂലിൻ്റെയാണ് എടുത്തത്. അമൂലിൻ്റെയാണ് ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ്, അത് ഞാൻ എടുത്തു. പിന്നെ ആ ബിസ്ക്കറ്റ് ഇന്നത്തേക്കുള്ള വകയായി. ഇനി നൈറ്റിൽ നമുക്ക് വീണ്ടും മറ്റേ ഒരു ഡയറ്റ് ഞാൻ സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യാം. പ്രോഗ്രാം എടുക്കുന്നതോട് അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ പ്രോഗ്രാം എടുക്കുമ്പോൾ കുറച്ചുകൂടെ ആ ഡ്രസ്സിൽ ലുക്കും കാര്യങ്ങളും വരണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത്. ഫിറ്റ്നസ് മീൻസ് എനിക്കിപ്പോൾ വണ്ണമൊന്നുമില്ല, എനിക്ക് ഈ വയറ് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് കുറയ്ക്കണമെന്നുണ്ടായിരുന്നു. വലിയ വണ്ണവും വയറിലും ഇല്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഞാൻ ഈ മധുരങ്ങളൊക്കെ തിന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അതെനിക്ക് തന്നെ അറിയാം. സോ ഡാൻസേഴ്സിൻ്റെ നോർമൽ ഡയറ്റ് എന്താണ് പാലിക്കേണ്ടത്, എന്താണ് ഫിറ്റ്നസ് എന്നൊക്കെയുള്ള വ്ളോഗ് ഞാൻ വേറെ ഒരെണ്ണം ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാനതിൽ പറഞ്ഞു തരാം. സോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ ഭയങ്കര ടെംപ്റ്റഡ് ആവും. കാരണം നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് അങ്ങനത്തെ ബിസ്ക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല എന്ന് വെച്ച് ഞാൻ ആദ്യം ന്യൂട്രി ചോയ്സ് എടുത്തെന്ന് പറഞ്ഞല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഇതെടുത്തു. ഇപ്പോൾ എടുത്ത ബിസ്ക്കറ്റ് ഞാൻ അങ്ങോട്ടങ്ങ് എടുത്തു. അത് കുഴപ്പമില്ല, നല്ല ക്രിസ്പിയാണ്, ഷുഗറും ഇല്ല അതിനകത്ത്. സോ ഫിറ്റ്നസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുക. ചീറ്റ് ഡയറ്റ് എടുക്കാം, മന്ത്ലി വൺസോ ആഴ്ചയിലിരിക്കുകയൊക്കെ, പക്ഷേ നോട്ട് ഓൾവേസ്. ഈ മന്ത്ലി വൺസ് എടുക്കുമ്പോൾ നമ്മളതിനോട് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ തീർന്ന്. സോ അത് വരാതെ നോക്കുക. കാരണം കൊഴുപ്പൊക്കെ ഒരുപാട് വൈറലായി കഴിഞ്ഞാൽ പിന്നെ ഈ ജിമ്മിൽ പോയിട്ടും വലിയ കാര്യമില്ല. നമ്മൾ ആപ്സ് വർക്കൗട്ട് ചെയ്യുക, ഈ ഫുഡും റെഡ്യൂസ് ചെയ്ത്. ഇനി ഞാൻ ബിൽ പേ ചെയ്യുന്നിടത്ത് പോട്ടെ, അവിടെയൊന്നും കാണിച്ചിടാൻ മാത്രമില്ല ഈ 2 സാധനത്തിൻ്റെ ബില്ല്. അങ്ങനെ ഞാൻ തിരിച്ച് പർച്ചേസും ചെറിയ ചോട്ടാ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് എൻ്റെ ഷടക മോളെ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ എത്തിയിരിക്കുന്ന ഇത് കണ്ടു. പുള്ളി തന്നൊരു ബില്ലാണ്. ബില്ലെന്ന് പറയുമ്പോൾ ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. ഒരു പേപ്പറിൽ എഴുതി തന്നു, ഒരു എസ്റ്റിമേറ്റ് പോലെ. സോ അത് ഞാൻ കാണിച്ചു തരാം. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി എത്ര റേറ്റ് ആയെന്നുള്ളത് അറിയാം. സാധാരണ ഞാൻ റേറ്റ്സിൻ്റെ എച്ചിക്കണക്കുകളൊന്നും എൻ്റെ വ്ളോഗ്സിൽ കാണിക്കാറില്ല. പക്ഷേ ഇത്രയും ദിവസം ഈ വണ്ടി പിടിച്ചിട്ടിരുന്നതുകൊണ്ട് എന്താണ് ബാധിച്ചത് എന്നുള്ള കാര്യം നമ്മൾ അറിയണമല്ലോ. 2 ദിവസം ഓൾറെഡി സാറ്റർഡേ രാത്രി പോകുമ്പോൾ സൺഡേ ഓഫാണ്, ഞാൻ പറഞ്ഞു, അത് സ്വാഭാവികമാണ്. പിന്നെ മൺഡേയും ട്യൂസ്ഡേ ഇപ്പോൾ എന്തെങ്കിലും കഴിവ് പണി ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ ഇത്രയും ദിവസം ആയത്. പോരാത്തതിനൊരു കുഞ്ഞ് വർക്ക്ഷോപ്പിൽ വണ്ടികളെ തിരക്കും കാണും. സോ ഇതാണ് ബിൽ റേറ്റ്. സോ ഡിയർ ഷടകം ബ്രിങ്ങിങ് ബാക്ക് വ്ളോഗ് ഇരിക്കുന്നു. ആ സാധനം ഇവിടെ കഴിയുന്നു. ആ ഒരു വ്ളോഗ് അടുത്ത വ്ളോഗിൽ കാണാം. പിന്നെ എന്തോ കോൺട്രവേഴ്സ്യൽ വ്ളോഗിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം, അത് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയത്. മൺഡേ കിട്ടിയില്ല, ഇന്ന് ട്യൂസ്ഡേ ആയി കിട്ടാൻ. സോ ഞാൻ 2 ഡേയ്സും ലെവലെ മിസ് ചെയ്തു ലെവലിൽ. സോ അതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കോൺട്രവേഴ്സ്യൽ വ്ളോഗ്സും കാര്യങ്ങളും വരും 2 സ്റ്റേ ട്യൂൺ, കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ് മൈ യൂട്യൂബ് ചാനൽ സുജാസ് ടി ദാസിൽ. എൻ്റെ യൂട്യൂബ് സപ്പോർട്ടേഴ്സിന് എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. ഡാർക്ക് ചോക്ലേറ്റ്.
നമ്മൾ മറ്റേ ഇവിടെ നിന്ന് മേടിച്ച ഓറഞ്ച് സൂപ്പർ മാർക്കറ്റിൽ ഇത് മാത്രമേ ഡയറ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ ഡാർക്ക് ചോക്ലേറ്റ് പൊടിച്ചിയാണ്. എത്ര പേർക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്? കമന്റ് ഡയറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം ഡാർക്ക് ചോക്ലേറ്റ്. പാലും ഞാൻ ഡയറ്റ് തുടങ്ങിയല്ലോ, സോ ഐ തോട്ട് ഓഫ് ബ്രിങ്ങിങ് ഡാർക്ക് ചോക്ലേറ്റ്. ഡയറ്റിങ് ആണെന്ന് ഇത് ഉള്ള മൊത്തം ആക്കാൻ പറ്റൂല, ഒരു ലിമിറ്റുണ്ട്. ഇത് പദം കഴിക്കാം. ഇപ്പം വെയിറ്റ് ലോസ് ജേർണിയിൽ ഷുഗർ ക്രേവിങ് വരുമ്പോൾ ഇറ്റ് വിൽ ബി ഗുഡ്. എനിക്ക് വെയിറ്റ് ലോസ് പറഞ്ഞാൽ വലിയ വണ്ണമൊന്നുമില്ല, വയറ് ചാടുന്ന അങ്ങനെ ചില പ്രശ്നങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. ചില സമയം നമുക്ക് സ്വീറ്റ്സിനോടൊരു ക്രേവിങ് വരാം. ഇസ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഞാൻ ന്യൂട്രിഷൻസ് മേടിച്ചിരുന്നു, ലോ ഫൈബർ വാടാത്ത. സാധാരണ ഞാൻ എന്തെങ്കിലും ട്രിപ്പ് പുറത്തുമ്പോൾ ഒരു കഫേസിലൊക്കെ കയറുന്നത്, നിങ്ങൾ എൻ്റെ വീട് കണ്ടല്ലോ. ഇന്ന് ഞാൻ കയറാത്തത് ഐ തോട്ട് ഓഫ് ഡൂയിങ് മൈ ഡയറ്റ് ബിക്കോസ് മൈ ഡാൻസ് പ്രോഗ്രാംസ് ആർ കമ്മിങ്, ബീങ് എ ഡാൻസർ ഇൻ ദ മന്ത് ഓഫ് നവംബർ ആൻഡ് ഒക്ടോബർ. ഗുഡ്. Actually, Britannia Nutri-Choice is low sugar, high fiber wala biscuit. I told it in the other way. Sugar content കുറവും ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ബിസ്ക്കറ്റ് കേട്ടോ. ഞാൻ നേരത്തെ തിരിച്ചാണ് അറിയാതെ പറഞ്ഞത്. സോ ഞാൻ കഴിച്ചു. ബൈ.